ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ നല്ല കുളിച്ച് സുന്ദരിയായി കണ്ണാടിയുടെ മുമ്പിൽ കിടന്ന് കുറച്ച് ഷോയ്ക്ക് ഇടുമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. എവിടെയെന്ന് വെച്ചാൽ എനിക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടെന്ന് കാക്കനാട് നൈപുണ്യ പബ്ലിക് സ്കൂളിൽ. അപ്പോൾ അവിടെ ഒരു 7:30 റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ അറൗണ്ട് ഒരു 6:45 ആയി. സമയം ഒരുപാടുള്ള കാരണം കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ കണ്ണാടിയിലൊക്കെ നോക്കി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പോട്ടെ, ബാക്കി കണ്ടാലോ നമുക്ക്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല റൂട്ടൊക്കെ എങ്ങനെയാണെന്ന്. അവർ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ ഞാൻ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോവുകയാണ്. എൻ്റെ 2 ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സെയിൻറ്റ് ക്രിസാസിൽ ഒരുമിച്ച് ഗ്രൂപ്പ് ഡാൻസൊക്കെ കളിക്കുന്നവരാണ്. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളൊരു ടീമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ഫ്രോസൺ ബോട്ടിൽ ഞങ്ങൾ കുറേ പ്രാവശ്യം ഷേക്ക് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടാണിത്. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി. അതിനുശേഷം ഇവിടെ ആക്കിയിട്ട് ഹസ്ബൻഡ് വർക്കിന് പോയി. ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ വേഗം തന്നെ പോയി. ഞാനപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാനും ഫ്രണ്ട്സും കൂടി ഒരുമിച്ചാണ് അകത്തോട്ട് പോയത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത കാരണം കൊണ്ട് ഞങ്ങൾ കഴിച്ചു. അപ്പവും മുട്ടക്കറിയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഐറ്റം ഫോക്കാണ്. അപ്പം ഫോക്കിന് കുറച്ചും കൂടി ഡിലേ ആവുമെന്ന് പറഞ്ഞു. അവർ 8:30 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കുറച്ചധികം ഡിലേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവരെ ജഡ്ജിങ് സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെ എന്നിട്ടും കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നമുക്കവിടെ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയും ഫോട്ടോ ഒന്നും അലോഡ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് അതിൻ്റേതായ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഉച്ചയായി കഴിഞ്ഞപ്പോൾ നമുക്ക് ലഞ്ച് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും സാലഡും അച്ചാറും പപ്പടവും ഒക്കെ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഡാൻസിൻ്റെ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിരുന്നു പെർഫോം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു 4:30 ആയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പാവം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് ഹസ്ബൻഡ്. അപ്പോൾ ഞാൻ വേഗം വണ്ടി കയറിയിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. കാരണം രാവിലെ മുതൽ ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ അടുത്തായിരുന്നു വെച്ചത്. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ രാവിലെ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നതുകൊണ്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി കയറിയ ഉടനെ തന്നെ ഇന്നുണ്ടായ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പോണ വഴി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാക്കനാട് ആയതുകൊണ്ട് തന്നെ ഈവനിങ് ടൈമിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ചീസ് കേക്ക് വാങ്ങിച്ചു വെച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹം ഇത് കഴിക്കുന്നത്, കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുകയല്ലോ മറ്റേ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. അപ്പോൾ എനിക്കത് കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടായിട്ട് പുള്ളി സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ അതും കഴിച്ച് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ ഡിന്നർ ഞാൻ പൊറോട്ടയും ചിക്കൻ കറിയും അതും കഴിച്ച് ഞങ്ങൾ ശരിക്കും പുറത്തൊക്കെ പോകാനിരുന്നു. പിന്നെ വയ്യാത്ത കാരണം കൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഈ വ്ളോഗ്. ഇതും കഴിച്ച് എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.